പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇരിക്കുക. എൻ്റെ പ്രിയപ്പെട്ടവരെ, വീണ്ടും നമ്മളെ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ആരാധനയുടെ നിമിഷം പങ്കുപറ്റുന്നതിനായി ദൈവത്തിൻ്റെ പ്രത്യേക ക്ഷണപ്രകാരം എത്തിയവരാണെന്നുള്ള ബോധ്യത്തിൽ അതിശക്തമായ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആവശ്യമായിട്ടുള്ള വചനങ്ങൾ അച്ഛനോട് പ്രദാനം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം. ഈ ആഴ്ചത്തെ ഗംഭീര സാക്ഷ്യങ്ങൾ 4 സാക്ഷ്യങ്ങളാണ്. ഒന്നാമത്തെ സാക്ഷ്യം ലിസി കോഴിക്കോടിൻ്റെ സാക്ഷ്യമാണ്. നിങ്ങളെല്ലാവരും കണ്ടതാണത്. അത് സാക്ഷ്യം അപ്പുചപ്പോൾ തന്നെ 1 ലക്ഷം ആൾക്കാർ കണ്ട്. ഇപ്പോഴത് 2 ലക്ഷത്തിലേക്ക് പ്രവേശിച്ചുകൊണ്ടിരിക്കണം. അത്രയും സ്പീഡായിട്ട് ഇത് പോകുന്നുണ്ട്. ലിസി കോഴിക്കോട്. അതിൻ്റെ താഴെ എഴുതിയിരിക്കുന്നത് ഞങ്ങൾ കരഞ്ഞുകൊണ്ടാണ് ഈ സാക്ഷ്യം കേൾക്കുന്നതെന്ന്. ചില പറഞ്ഞിരിക്കുന്നത് സിനിമ കഥ പോലെ വ്യത്യസ്തമാണെന്ന്. ചില പറഞ്ഞിരിക്കുന്നത് ആദ്യമായിട്ടാണ് ഇങ്ങനെയൊരു സാക്ഷ്യം കേൾക്കുന്നത്. അങ്ങനെ പലതരത്തിലുള്ള കമൻസാണ് എഴുതിയിരിക്കുന്നത്. ലിസി കോഴിക്കോടിൻ്റെ സാക്ഷ്യത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഒരു സുപ്രഭാതത്തിൽ 0 ആയിപ്പോയി. അവർ പ്രൊഫഷണലി അവരൊരു എൻ്റർപ്രണറായിരുന്ന ചിലൊരു സംരംഭകയായിരുന്നു അവർ. അപ്പോൾ ആ തൊഴിൽ സംരംഭം പെട്ടെന്നത് വികസിച്ച് ഒരു 4 വർഷം കൊണ്ട് അവർക്ക് 26 ലക്ഷം രൂപ FD ആയി. അപ്പോൾ അവർ വാഴല മദ്രാസിൽ നിന്ന് നമ്മുടെ ഡ്യൂപ്ലിക്കേറ്റ് വാഴലയില്ലേ, പേപ്പർ വാഴല, അതുപോലെ തന്നെ മെഴുകുതിരി, അങ്ങനെ കരകൗശലങ്ങൾ, ഇങ്ങനെയുള്ള 4000 രൂപയ്ക്ക് തുടങ്ങിയ ഒരു സംഭവമാണ്. അവർ സാക്ഷ്യത്തിൽ ഒത്തിരിയേറെ കാര്യം പറയുന്നുണ്ട്. ആ സാക്ഷ്യം ഹിഡിവെക്കിട്ടാൻ കാര്യം അവർ മാവേലി എക്സ്പ്രസ്സിന് അവസാനം എല്ലാം തീർന്ന് തകർന്ന് 0 ആയി മാവേലി എക്സ്പ്രസ്സിന് തലവെക്കാൻ വേണ്ടി ഇപ്പോൾ നിൽക്കുന്നതാണ് രാത്രി. ആ സമയത്ത് ഇവർക്ക് ഒരാൾ കൃപാസനം പത്രം കൊണ്ടുവന്ന് കൊടുക്കും. അത് നമുക്ക് കേൾക്കുമ്പോൾ സിനിമാ കഥ പോലെ തന്നെ തോന്നുന്നു ശരിക്കും പറഞ്ഞാൽ. പക്ഷെ നടന്ന കാര്യമാണ്. അപ്പോൾ അവർ പറഞ്ഞ് ഇത് വായിക്കാനുള്ള മാനസികാവസ്ഥയിലല്ല ഇത് ഞാൻ എന്നും പറഞ്ഞ് അവരോട് തർക്കിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് മാവേലി എക്സ്പ്രസ് കടന്നു പോകും. ടൈം കഴിഞ്ഞു, ടൈം സേവായി. അപ്പം ഞാനിപ്പോഴും പറയും അത് അമ്മ തന്നെ ചെയ്തതാണെന്ന് പറയും. പരിശുദ്ധ അമ്മ തന്നെ വന്നതാണെന്ന് പറയും. കാരണം അങ്ങനെ ഒത്തിരി ആൾക്കാരിലൂടെ ദൈവം ചെയ്യുന്നുണ്ട് ഓരോ കാര്യങ്ങൾ. നിങ്ങളൊരു പ്രേക്ഷിതയാകുമ്പോൾ ഓർക്കേണ്ട കാര്യങ്ങളുണ്ട്. ഒരു പ്രേക്ഷിതനാകുമ്പോൾ നിങ്ങൾ ഓർക്കേണ്ടത് ഞാൻ മാതാവാകുന്നു എന്നാണ് ഓർക്കേണ്ടത്. അല്ല ഞാൻ കൃപാസനം പത്രം കൊടുത്തതെന്നല്ല. അയ്യോ ഞാനിതെങ്ങനെ കൊടുക്കാനാണ്, ആൾക്കാർ മേടിക്കുക, അങ്ങനെയൊക്കെ ഉള്ളത് കേവലമായിട്ടുള്ള മനുഷ്യർ അങ്ങനെ ചിന്തിക്കും. പക്ഷേ അഭിഷേകമുള്ളവർ പറയും, അവർക്ക് അത് പ്രേക്ഷിതയാണെന്ന് തോന്നും. അവർക്ക് ഞാൻ പ്രേക്ഷിതയാണ്. ആരുടെ? മാതാവിൻ്റെ സ്ഥാനത്ത് ആണ് ഞാൻ പ്രവർത്തിക്കുന്നത്. മാതാവിൻ്റെ സ്ഥാനത്താണ് ഞാൻ പ്രവർത്തിക്കുന്നത്. ഞാൻ ഈ ദിവസം വേറെ ഒരു സാക്ഷ്യം കേട്ട്. അവിടെ സാക്ഷ്യം പാലക്കാട് ബിൻസി ജോഷുവ പാലക്കാട്. അവരുടെ സാക്ഷ്യം അവരുടെ ഹസ്ബൻഡ് ജോലി നഷ്ടപ്പെട്ട് നാട്ടിൽ പോകുന്നതാണ്.
പിന്നെ ജോലിയില്ലാതെ അവരങ്ങനെ ജീവിക്കുകയാണ്. അദ്ദേഹത്തിന് കുറേയധികം രോഗങ്ങളായ കാരണം ജോലി എടുക്കാൻ പറ്റാത്ത അവസ്ഥയായിപ്പോയി. അപ്പോൾ ജീവിതം, കുഞ്ഞുങ്ങളെ വളർത്താൻ 3 കുഞ്ഞുങ്ങളുണ്ട്, എങ്ങനെ വളർത്താൻ പറ്റും അറിയാൻ പറ്റിയില്ല. വളർത്താൻ പറ്റാതെ എങ്ങനെ ജീവിക്കുമെന്നറിയാൻ പല വിഷമിക്കുന്ന സമയം. അതിനെല്ലാം ലീഡ് ചെയ്യണത് ഈ ലേഡി തന്നെയാണ്. അതായത് ഈ ബിൻസി ജോഷുവ തന്നെയാണ് ലീഡ് ചെയ്യണത്. അവർ ഉടമ്പടി എടുത്തിട്ട് അവരോട് തീരുമാനമെടുക്കും. ബസ്സിന് പോയി കേരളത്തിലെ 14 ജില്ലകളിൽ സഞ്ചരിക്കണം. ഓരോ മനുഷ്യന്മാർ ഉടമ്പടി എടുക്കുമ്പോൾ അവർക്ക് പരിശുദ്ധാത്മാവ് തോന്നിപ്പിക്കുന്ന അഭിഷേകമാണ്. 14 ജില്ലകളിലും പോകണം. 14 ജില്ലകളിലും കൃപാസനം പത്രം പ്രേക്ഷിത പ്രവർത്തനം ചെയ്യണം. അപ്പം കൃപാസനം പത്രം എന്താണ് ചെയ്യണതെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? അതൊരു മരിയനാണ്. മരിയനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് മരിയൻ ഏറ്റവും കൂടുതൽ ലോകത്ത് പ്രൊമോട്ട് ചെയ്യണത് ആരാ? കൃപാസനമാണ്. എന്താ മരിയൻ എന്ന് പറയണത്? അത് നിത്യസമാധാന നൊവേന പോലെ എന്തെങ്കിലും മരിയൻ ഡിവോഷനാണ്. ഇറ്റ്സ് നോട്ട് എ ഡിവോഷൻ. കൃപാസനം പ്രാർത്ഥനകളൊന്നൊരു പ്രാർത്ഥനാ രീതിയല്ല ശരിക്കും പറഞ്ഞാൽ. ഇതെല്ലാം വ്യക്തമായിട്ട് മനസ്സിലാക്കണം. ഇറ്റ്സ് എ മരിയൻ. മരിയൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മരിയൻ പ്രോസസ്സ്, ദ പ്രോസസ്സ്. ഇവാഞ്ചലൈസേഷൻ ഇസ് എ മരിയൻ പ്രോസസ്സ്. സുവിശേഷവൽക്കരണം എന്ന് പറയുന്നത് ഒരു മരിയൻ പ്രക്രിയയാണ്. എന്താണ് ഒരു മരിയൻ പ്രക്രിയ എന്ന് പറയണത്? അമ്മ മാതാവ് എന്താണ് ചെയ്തത്? ആദ്യം തന്നെ ക്രിസ്തുവിനെ പിതാവായ ദൈവത്തിൽ നിന്ന് വാങ്ങിച്ചു, അല്ലേ? ക്രിസ്തുവിനെ വാങ്ങിക്കുകയാണ് ആദ്യത്തെ പദ്ധതി. പിന്നെ എന്താണ്? വാങ്ങിച്ച് തൻ്റെ മനസ്സിനും ശരീരത്തിലും ഇട്ട് വളർത്തും. ക്രിസ്തുവിനെ സ്വന്തം അനുഭവത്തിലേക്ക് വരും. വാങ്ങിച്ച ഉടനെ കൊടുക്കുകയില്ല. ക്രിസ്തുവിനെ വളർത്തണം നമ്മുടെ ഉള്ളിൽ. ഇപ്പം ഞാൻ തന്നെ 4 വയസ്സ് മുതൽ ക്രിസ്തുവിനെ സ്വീകരിച്ച് വളർത്തുന്ന ആളാണ്. ക്രിസ്തു പ്രായം പക്വതയായി കഴിയുമ്പോൾ നമ്മൾ മറ്റൊരാൾക്ക് ക്രിസ്തുവിനെ കൊടുക്കും. അതാണ് അമ്മ ചെയ്യണത്. അതാണ് മരിയൻ എന്ന് പറയണത്. മരിയൻ ഇസ് നോട്ട് ഓൺലി എ ഡിവോഷൻ, ഇറ്റ്സ് എ മരിയൻ പ്രോസസ്, ഇവാഞ്ചലൈസേഷൻ പ്രോസസ്. അത് അമ്മ മാതാവാണ് പിതാവായ ദൈവത്തിൽ നിന്ന് ക്രിസ്തുവിനെ സ്വീകരിച്ചത്. ഇനി ക്രിസ്തുവിനെ നമ്മൾ നമ്മുടെ രീതിയിൽ സ്വാംശീകരിച്ചതിന് ശേഷം, ഇപ്പം അമ്മയ്ക്ക് ഒരു സോഴ്സേ ഉണ്ടായുള്ളൂ. അമ്മയ്ക്ക് ക്രിസ്തുവിനെ സ്വീകരിക്കാൻ പിതാവായ ദൈവം എന്ന ഒറ്റ സോഴ്സേ ഉണ്ടായുള്ളൂ. നമ്മൾക്ക് 2 സോഴ്സുണ്ട്. എന്താണ്? ഒന്ന് ദൈവമുണ്ട്, രണ്ടാമത്തേതാരാണ്? സഭയുണ്ട്. സഭ മീൻസ് ഇൻക്ലൂഡിങ് ദ ഗോസ്പൽ. നമുക്ക് സഭ വേറെ, ഗോസ്പൽ വേറെ അല്ല. ഗോസ്പലും സഭയും എല്ലാം ഒന്നാണ്. ഗോസ്പൽ ഇവാഞ്ചലൈസേഷൻ്റെ, സുവിശേഷത്തിൻ്റെ പ്രചരണവും പ്രയോഗവും സിസ്റ്റമാറ്റൈസ് ചെയ്യുന്നതാണ് സഭ. സഭ എന്താണ് സഭയുടെ ദൗത്യം എന്ന് വെച്ചാൽ സുവിശേഷത്തിൻ്റെ പ്രചരണവും ആഗീരണം. ആദ്യം സഭ ചെയ്യണത് സുവിശേഷം ആഗീരണം ചെയ്യും. എന്നിട്ട് സുവിശേഷം നേഴ്സറി ചെയ്ത് വളർത്തിയതിന് ശേഷം സുവിശേഷം കൈമാറും. സുവിശേഷം കൈമാറും. എന്തിനാണ്? നിത്യരക്ഷയെ ഉദ്ദേശിച്ചാണ് അത് ചെയ്യണത്. കാര്യം ക്രിസ്തു ഏതെങ്കിലും ഒരു ജനവിഭാഗത്തിന് മാത്രം ദൈവിക പദ്ധതിയല്ല. ക്രിസ്തുവിനെക്കുറിച്ചുള്ള പിതാവായ ദൈവത്തിൻ്റെ കാഴ്ചപ്പാട് മാലാഖ വഴി മറിയത്തോട് പറഞ്ഞിട്ടുണ്ട്. എന്താണ് പറഞ്ഞിരിക്കുന്നത്? അവൻ സകല ജനങ്ങൾക്കും വേണ്ടിയുള്ള സന്തോഷത്തിൻ്റെ ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്, സകല ജനങ്ങൾക്ക് വേണ്ടിയുള്ള സന്തോഷത്തിൻ്റെ സദ്വാർത്ത. ഇങ്ങനെ ചുണ്ടുകൊണ്ടിങ്ങനെ പറഞ്ഞാൽ പോരാ, അത് ഉള്ളിൽ തോന്നണം. ആരാധിച്ചിടുന്നു ഞങ്ങൾ പാടുന്ന അത് ക്രിസ്തുവിനുള്ള സ്നേഹത്താൽ തോന്നണം, വിശ്വാസത്താൽ തോന്നണം. ഇതിനേക്കാൾ ഉപരി ക്രിസ്തുവിനോടുള്ള ആത്മബന്ധത്താൽ തോന്നണം. ഒന്നുകൂടി പാടിക്കേ. ശ്രുതികട ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ലൂക്ക
ലൂക്ക 2:10. ലുക്ക 2:10. ദൂതൻ അവരോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിന്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. അപ്പോൾ ക്രിസ്തു ഇപ്പം തന്നെ എത്രയോ നാനാജാതി മതസ്ഥരില്ലേ സാക്ഷ്യം പറയണത്. അവർക്കെല്ലാം സന്തോഷമല്ലേ? അത് ആരിലൂടെ വന്നതാണ്? ക്രിസ്തുവിലൂടെ വന്നതാണ്. ആരാ നൽകിയത്? അമ്മയാണ് നൽകിയത്. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പം അതുകൊണ്ടാണ് അച്ഛൻ പറയുന്നത്, അതായത് ഈ പത്രം ഒക്കെ ദാനം ചെയ്യുമ്പോൾ, കൈമാറുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ക്രിസ്തുവിനെയാണ് കൈമാറുന്നത്. കാര്യം ക്രിസ്തു ചെയ്ത കാര്യങ്ങളാണ് പത്രത്തിലുള്ളത്. ക്രിസ്തു അമ്മയായ പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ മധ്യസ്ഥതയിൽ ആശ്രയിച്ചവർക്ക് ഈശോ ചെയ്തു കൊടുത്ത കാര്യങ്ങളാണ് പത്രത്തിലുള്ളത്. അത് വായിക്കുന്നവർക്ക്, അത് വായിക്കുമ്പോൾ തന്നെ ഇപ്പോൾ തന്നെ അവർ പറഞ്ഞു, ലിസി കോഴിക്കോട് എന്താ പറഞ്ഞത്, ട്രെയിൻ പോയി കഴിഞ്ഞപ്പോൾ ഞാനിത് നോക്കിയപ്പോൾ ഈ സ്ഥലം എവിടെയാണെന്ന് നോക്കി, അപ്പോൾ ഇത് ആലപ്പുഴയാണെന്ന് കണ്ടു. എൻ്റെ ഒരു 80 രൂപ മാത്രമേ ഉണ്ടായുള്ളൂ. ഞാൻ ട്രെയിനിന് കാശ് കൊടുക്കാൻ ഇല്ലാഞ്ഞുകൊണ്ട് കള്ളവണ്ടി കയറിയാണ് ഇവിടെ വന്നതെന്ന്. ടിക്കറ്റ് കൊടുക്കാൻ അവർ ഓപ്പണായിട്ട് പറയണത് ഇല്ല. ഇവിടെ വന്നപ്പോഴും അവരോട് പറഞ്ഞു, ഓഫീസിൽ നിന്ന് പറഞ്ഞു, ഉടമ്പടിയാണ് ഇവിടെ എടുക്കുന്നത്, അതിന് കുറച്ച് ചില്ലറയൊക്കെ മുടക്കേണ്ടി വരുമെന്ന് പറഞ്ഞു. ഞാൻ ചിന്തിച്ച് ഉദ്ദേശിച്ചത് വല്ല പത്രം വാങ്ങിക്കുകയൊക്കെ ചെയ്യേണ്ടി വരുമെന്നാണ്. അപ്പോൾ അവർ പറഞ്ഞു എൻ്റെ കയ്യിൽ ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ബ്രദർ അവരെ കൊണ്ടുപോയി കൗണ്ടറിൽ കൊണ്ടു കൊടുത്ത്, ഈ ചേച്ചിയുടെ കാശില്ല, അവിടെ ഉടമ്പടി അവരെ ചെയ്യാൻ അനുവദിക്കണമെന്ന് പറഞ്ഞിട്ട് ഉടമ്പടി എടുപ്പിക്കും അവരെക്കൊണ്ട്. അപ്പോൾ ഇല്ല എന്ന് ഒരാൾ പറഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് എന്താ ചെയ്യേണ്ടത്? അവർ ഉടമ്പടി എടുപ്പിക്കാൻ വിടണമല്ല. അങ്ങനെ വിടുകയാണെങ്കിൽ അത് ബിസിനസ് സെൻ്ററാവും. മറിച്ചത് ശുശ്രൂഷ കേന്ദ്രമാണ്. അപ്പോൾ സ്വാഭാവികമാണ് അവരുടെ അവസ്ഥയിലെന്ത്. പക്ഷേ അതിനകത്ത് അവർക്ക് വിശ്വാസമുണ്ട്. അതിനകത്ത് കാര്യം അവരെന്താ സംഭവിച്ചു കഴിഞ്ഞാൽ, അവർ പോയ വഴിക്ക് ലിസിയുടെ ഹിസ്റ്ററി ഭയങ്കര രസമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ വിജയകുമാർ ഇവിടെ വന്നപ്പോൾ എന്നോട് പറഞ്ഞു, നല്ല സാക്ഷികൾ നോക്കി സിനിമയാക്കണമെന്ന് എനിക്ക് തോന്നണുണ്ടെന്ന് പറഞ്ഞു. പുള്ളിയുടെ മനസ്സിൽ തോന്നിയതാണ്, നല്ല സാക്ഷികൾ നോക്കി സിനിമയാക്കണമെന്ന് എനിക്ക് തോന്നണുണ്ടെന്ന്, അത് പ്രൊഡ്യൂസ് ചെയ്യണമെന്ന്. അപ്പോൾ എനിക്കതിനെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഒന്ന് ചിരിച്ചു കളഞ്ഞ്. കഴിഞ്ഞ ചൊവ്വാഴ്ച പറഞ്ഞു പോയതാണ്. പക്ഷേ ഇതിൻ്റെ അടിയിൽ, ഈ ലിസിയുടെ സാക്ഷ്യത്തിൻ്റെ അടി കിടക്കുന്നുണ്ട്, ഇത് സിനിമാ കഥ പോലെയാണല്ലോ. എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നോക്കുന്ന ജനങ്ങളിലേക്ക് എങ്ങനെ ക്രിസ്തുവിനെ കൊടുക്കാം. അത് സിനിമയാണോ സീരിയലാണോ അതൊന്നുമല്ല, കൊടുക്കുക എന്നുള്ള പ്രശ്നമാണ്. കൊടുക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്കിപ്പോൾ പറ്റണത്, ഞങ്ങൾ യൂട്യൂബിലാണ് കൊടുക്കുന്നത്, നിങ്ങളത് യൂട്യൂബിലാണത് ഷെയർ ചെയ്യണത്. ഞങ്ങൾ യൂട്യൂബിൽ നിന്ന് കാശ് വാങ്ങിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം ഞങ്ങൾ ബിസിനസ്സാണ് നടത്തുന്നത്. വി ആർ നോട്ട് ബ്രിങ്ങിങ് എനി സിംഗിൾ പൈസ. ഇങ്ങനെ ഇത്രയും ധൈര്യമായിട്ട് ആർക്ക് ചെയ്യാൻ പറ്റും? 8 ലക്ഷത്തോളം യൂട്യൂബ് ചാനലിന് 5 പൈസ വാങ്ങിക്കാതെ എങ്ങനെ ജോലി ചെയ്യാൻ പറ്റും? അപ്പം നമ്മളിതിൽ ചെയ്യുന്നതെല്ലാം, വീഡിയോ അപ്പ് ചെയ്യുന്നതെല്ലാം, എത്ര വീഡിയോ അപ്പ് ചെയ്യണത്? 6 വീഡിയോ അപ്പ് ചെയ്യുന്നുണ്ട്. എല്ലാം നമ്മളിവിടുന്ന് നിങ്ങൾ തരുന്ന പത്രത്തിൻ്റെ പൈസയിൽ നിന്ന് എടുത്തിട്ടാണ് ശമ്പളം കൊടുക്കുന്നത്. അഡ്ജസ്റ്റ്മെൻറ്റാണത്. പക്ഷേ അനാവശ്യമായിട്ട് അതൊരു മണി സോഴ്സായിട്ട് ഞങ്ങൾ ഉപയോഗിക്കുന്നില്ല. ഇതിപ്പോൾ ഞായറാഴ്ചയല്ലേ, ഇന്ന് ഞങ്ങൾക്ക് ന്യായമായിട്ട് സ്വസ്ത്രക്കാശ് എടുക്കാമല്ല, എല്ലാ പള്ളിയിലും എടുക്കണമല്ലേ, ഇവിടെ എടുക്കത്തില്ല. അതെന്താ പ്രോബ്ലം വെച്ചാൽ നിങ്ങളിത് കണ്ടുപിടിക്കണം. ഞങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ മെയ് മാസമാണ്. പണ്ടൊക്കെ മെയ് മാസത്തിലെ ഒരു 10 കൊല്ലം മുമ്പൊക്കെ വണക്കമാസത്തിൻ്റെ എത്ര 10-20 ലക്ഷം രൂപ വരും വണക്കമാസം ആൾക്കാർ നടത്തുന്നത്. ഇപ്രാവശ്യം ഞങ്ങളത് വളരെ സ്ലോ ആയിട്ട് ഒരു മനുഷ്യനോടും പറയാതെ ജസ്റ്റ് ഞാൻ പറയും വണക്കമാണെന്ന് മാത്രം പറയും. കൗണ്ടറൊന്നുമില്ല, കൗണ്ടറൊന്നും ഇല്ലല്ലോ, കൗണ്ടറില്ല, ആരെയും ക്യാൻവാസ് ചെയ്യണില്ല, ഒന്നും ചെയ്യുന്നില്ല. എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് തോന്നിയാലും തോന്നിയില്ലെങ്കിലും ദൈവത്തിന് തോന്നണം. ദൈവത്തെ വെച്ച് നമ്മൾ
പണം എടുക്കണില്ലെന്ന്. വേണമെങ്കിൽ ഇപ്പം നോക്കി എത്ര ലക്ഷം രൂപ ഉണ്ടാകാൻ പറ്റും. ഇത് നിങ്ങൾക്കൊരു മാതൃകയാണ്. നിങ്ങൾ അനാവശ്യമായിട്ട് പണത്തിൻ്റെ മേൽ പ്രാധാന്യം കൊടുത്താൽ യു വിൽ ലോസ്റ്റ് ജീസസ്. പക്ഷെ നിങ്ങൾ ജീസസിനാണ് പ്രാധാന്യം കൊടുക്കണമെങ്കിൽ നിങ്ങൾക്കൊന്നിനും കുറവുണ്ടാകത്തില്ല. നമുക്കൊന്നിനും കുറവില്ല. സത്യമായിട്ട് പറയുകയാണ്, കടമൊന്നുമില്ല, ഒന്നിനും കുറവില്ല. സ്ഥാപനം വേറെ 3 ചെയ്യുന്നുണ്ട്, സോഷ്യൽ സർവീസ് ഉൾപ്പെടെ. നിങ്ങൾ തരുന്ന ഉടമ്പടിയുടെ ഭാഗമായിട്ട് തരുന്ന ഡ്രസ്സുകളെല്ലാം ഫ്രീ ആയിട്ട് തന്നെ കൊടുക്കാൻ വേണ്ടി ഇവിടെ തന്നെ അടുത്ത പറമ്പിൽ കെട്ടിടങ്ങൾ കെട്ടി സംവിധാനം ഉണ്ടാക്കുകയാണ്. ഉടമ്പടി എടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ പാവപ്പെട്ടവർക്ക് തന്നെ അത് കൊടുക്കും. അത് നിങ്ങൾക്കത് കാണാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ഒരിടത്ത് സഭയുടെ നഷ്ടപ്പെട്ട കലാപൈതൃകങ്ങളുടെ സംരക്ഷിക്കാൻ വേണ്ടി ഫ്ലോ സ്കൂൾ ചെയ്യുന്നുണ്ട്, ആ സ്കൂളും ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഒരു സുവിശേഷവൽക്കരണ ഒരു നിലപാടിൻ്റെ ഭാഗമാണ്. നിലപാടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ക്രിസ്തുവിനാണ് പ്രാധാന്യം കൊടുക്കണമെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളത് ചേർത്ത് നൽകും. എല്ലാം ബാക്കിയുള്ള ഞങ്ങളിപ്പോൾ 6 കാര്യങ്ങളല്ലേ ഉടമ്പടി പറയേണ്ടത്. 6 കാര്യങ്ങളല്ലേ പറയാൻ പറ്റത്തുള്ളൂ. അത് 6 കൽപ്പരണിയുടെ പ്രതീകമായിട്ട്. പക്ഷേ നമുക്ക് 6 കാര്യങ്ങളല്ലല്ലോ ഉള്ളത്, എത്രയോ കാര്യങ്ങൾ നമുക്കുണ്ട്. സാക്ഷ്യം പറയുന്നവർ എന്താ പറയണത്? 6 കാര്യങ്ങളല്ല. ചില ആദ്യം പറയും ഉടമ്പടി വെക്കാത്ത കാര്യങ്ങളാണ് ആദ്യം ഈശോ തന്നതെന്ന് പറയും. ദാറ്റ് മീൻസ് എന്താണ്? ഉടമ്പടി വെക്കാത്ത ആ കാര്യങ്ങളായിരുന്നു, നീ ഓർത്തില്ല, അതാണ് പ്രശ്നം. നീ ആ സമയത്ത് ഓർത്തില്ല. പ്രാർത്ഥനാ ജീവിതം ശരിയല്ലാത്തത് കൊണ്ടാണ് ഓർക്കാഞ്ഞത്. മനസ്സിലായില്ലേ? നിൻ്റെ പ്രാർത്ഥനാ ജീവിതം ശരിയാണെങ്കിൽ ഒരു വ്യക്തിയുടെ ഓർമ്മ ശരിയായിരിക്കും. നീ എന്തുകൊണ്ടാണ് ഉടമ്പടി വെക്കാൻ വന്നപ്പോൾ ആ കാര്യം നിൻ്റെ ഏറ്റവും സീരിയസ് കാര്യം ഓർക്കാഞ്ഞത്? ഒന്നാമത്തിൽ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് അറിവില്ല. ഒന്നാമത്തെ വരാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് അറിയത്തില്ലല്ലോ. വരാൻ പോകുന്ന കാര്യങ്ങൾ നമ്മളോട് പറയുന്ന ഒരാളുണ്ട്. അതെ, ആരാണത്? പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗം. കുർബാനയിൽ എന്താ സല്യൂട്ടേഷൻ പറയുന്നത്? പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം. പറഞ്ഞ്, പിതാവായ ദൈവത്തിന്റെ സ്നേഹം, പുത്രനായ ദൈവത്തിന്റെ കൃപ, പുത്രനായ ദൈവത്തിന്റെ കൃപ, പരിശുദ്ധാത്മാവിന്റെ സംസർഗം. പരിശുദ്ധാത്മാവിന്റെ സംസർഗം. സംസർഗം ആരുടേതാണ്? പരിശുദ്ധാത്മാവിൻ്റെ ആണ്. ഇപ്പൊ നമ്മുടെ കൂടെ എന്നും എന്നേക്കും നമ്മുടെ കൂടെ വസിക്കാൻ. ടേക്ക് ദി വേർഡ് ഓഫ് ഗോഡ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. യോഹന്നാൻ 16:14. യോഹന്നാൻ 16:14. വരാനിരിക്കുന്ന കാര്യങ്ങൾ അവൻ നിങ്ങളെ അറിയിക്കും. വരാനിരിക്കുന്ന കാര്യങ്ങൾ അവൻ നിങ്ങളെ അറിയിക്കും. അവൻ എനിക്കുള്ളവയിൽ നിന്ന് സ്വീകരിച്ച് നിങ്ങളോട് പ്രഖ്യാപിക്കും. അങ്ങനെ അവൻ എന്നെ മഹത്വപ്പെടുത്തും. അപ്പൊ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ആരാണ്? നമ്മുടെ ഉള്ളിലുള്ള പരിശുദ്ധാത്മാവാണ്. ഇപ്പോൾ ഉടമ്പടി എടുക്കാൻ വന്നപ്പോൾ നിങ്ങൾ മറന്നു പോയെന്ന് പറഞ്ഞു എൻ്റെ അർത്ഥം നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതം കൊളാപ്സ് എന്ന് അർത്ഥം. ഉടമ്പടി എടുക്കാൻ വന്നപ്പോൾ 6 കാര്യം എഴുതി. ഉടമ്പടി എടുക്കുമ്പോൾ ആൾക്കാർ സാക്ഷ്യം പറയാൻ എന്താണ്? ഇത് ഉടമ്പടി വെക്കാത്ത കാര്യമാണെന്നല്ലേ പറയണത്. പക്ഷേ വെക്കേണ്ട കാര്യമായിരുന്നല്ലോ അത്. അതെന്ത് പറ്റുമോ? നിനക്ക് മനസ്സിലായില്ല. വരാനിരിക്കുന്ന കാര്യങ്ങൾ നിന്നോട് പറയാൻ പരിശുദ്ധാത്മാവ് നിന്നുണ്ടായിരുന്നില്ല അല്ലേ? ക്ലിയർ അല്ലേ? 16:14 എന്താ പറയണത്? വരാനിരിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞ്, വരാനിരിക്കുന്ന കാര്യങ്ങൾ അവൻ നിങ്ങളോട് പ്രഖ്യാപിക്കും. അപ്പോഴേ പരിശുദ്ധാത്മാവിൻ്റെ ഉദ്ദേശം 2-3 കാര്യങ്ങളാണ്. ഒന്ന്, പിതാവിനെ വെളിപ്പെടുത്തുന്നത് പരിശുദ്ധാത്മാവാണ്. എന്നെ സ്നേഹിക്കുന്നവനെ ഞാൻ എന്നെ തന്നെ വെളിപ്പെടുത്തുമെന്ന് പറയുന്നില്ല, അതും പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമാണ്. നമ്മൾ പെന്തക്കോസ്തായിലേക്ക് സഭ കടക്കുകയാണ്. തിരുനാളിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നതിന് മുമ്പ് ഞങ്ങൾക്കറിയാമല്ലോ, ഉടമ്പടിയാണ് ഇന്ന് കുർബാനയ്ക്കുണ്ടായ ഏറ്റവും ശക്തമായ സന്ദേശം. എന്താണ്? ഉടമ്പടിയാണ് പരിശുദ്ധാത്മാവിനെ ഒരുങ്ങാനുള്ള ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ദൈവിക പദ്ധതി. പരിശുദ്ധാത്മാവ് ഒരുക്കധ്യാനം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ? പക്ഷേ ഏറ്റവും ടോപ്പായിട്ട് ഒരു പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ വേണ്ടി ഒരു വ്യക്തിക്ക് ചെയ്യാവുന്ന എന്താ? ഉടമ്പടിയാണ്. അതാണ് യോഹന്നാൻ
14:15. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യോഹന്നാൻ 14:15. യോഹന്നാൻ 14:15. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ, പറഞ്ഞേ, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നെങ്കിൽ എന്റെ കൽപ്പന പാലിക്കും. എന്റെ കൽപ്പനകൾ പാലിക്കും. ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളോട് കൂടെ ആയിരിക്കാൻ നിങ്ങളോട് കൂടെ ആയിരിക്കാൻ മറ്റൊരു സഹായകനെ അവിടുന്ന് നിങ്ങൾക്ക് തരികയും ചെയ്യും.